ഹലോ വെൽക്കം ബാക്ക് ടു എമ്മി മലബാർ. ഇന്ന് ഞാൻ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന വെറും 5 മിനിറ്റ് കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ ബ്രെഡ് സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണ് ചെയ്തെടുക്കുന്നത്. എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമാകും, ഞാൻ ഗ്യാരണ്ടി തരാണ്. നിങ്ങളിത് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അത്രയും സിമ്പിളാണ്, അത്രയും ടേസ്റ്റിയാണ്. അപ്പം നമുക്കൊട്ടും താമസിയാതെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ ആയിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സാൻഡ്വിച്ച് ചെയ്തെടുക്കാനായിട്ട് ഒരു ചെറിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയ തക്കാളിയുടെ ഒരു പകുതി ഭാഗം ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തക്കാളി നമുക്ക് സവാളയുടെ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് പച്ചമുളക് വേണമെങ്കിൽ ചേർക്കാം, ഞാനിപ്പോൾ പച്ചമുളക് ചേർക്കുന്നില്ല. മുളക് പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ചേർക്കുന്നത് ഓപ്ഷണലാണ്, പക്ഷേ ഇങ്ങനെ ചേർത്താൽ ഒന്നും കൂടി നന്നായിരിക്കും. 1 ടീസ്പൂണ് മതിയാകും. അപ്പോൾ ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ കൈ വെച്ചിട്ട് നല്ലതുപോലെ അങ്ങൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സാൻഡ്വിച്ച് ചെയ്തെടുക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഞാൻ 4 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഗോതമ്പ് ബ്രെഡാണ്, ഒന്ന് സാധാ നമ്മുടെ വൈറ്റ് ബ്രെഡ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ബ്രെഡ് ഇതിനായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഓരോ സ്ലൈസ് ബ്രെഡ് എടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ആദ്യം ടൊമാറ്റോ സോസ് ആക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു സോസ് ഇല്ലെങ്കിലും യാതൊരു കുഴപ്പമില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ബട്ടറൊക്കെ ഉണ്ടെങ്കിൽ ഈ സോസിന് പകരം നിങ്ങൾക്ക് ബട്ടർ ഇതിൻ്റെ മുകളിൽ അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ചെയ്തു വെച്ച ഫില്ലിംഗ് ഉണ്ടല്ലോ, അതങ്ങ് വെച്ച് കൊടുക്കാം. വളരെ എളുപ്പമാണ് ഇത് ചെയ്തെടുക്കാനായിട്ട്. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല. അപ്പം നിങ്ങളിത് ഒരു തവണയിലും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇങ്ങനെ ബ്രെഡ് സാൻഡ്വിച്ച് തയ്യാറാക്കി എടുക്കുള്ളൂ. അത്രയും ടേസ്റ്റാണ്. അപ്പോൾ ഫില്ലിംഗ് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒരല്പം മല്ലിയില വെച്ച് കൊടുക്കുന്നുണ്ട്. ഓപ്ഷണലാണ്, വേണമെങ്കിൽ വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് അടുത്ത ബ്രെഡും കൂടി കവർ ചെയ്തിട്ട് അത് മാറ്റി വെക്കാം. ഇതേപോലെ നമുക്ക് എത്ര ബ്രെഡാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ രണ്ടാമത്തെ ബ്രെഡിൽ ഫില്ലിംഗ് വെച്ച് കൊടുത്തതിന് ശേഷം ഞാൻ ഈ ബ്രെഡിൻ്റെ കൂടെ ചീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഷീറ്റായിട്ട് മേടിക്കാൻ കിട്ടുന്ന ചീസാണ് ഞാൻ വെക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് ഗ്രേറ്റഡ് ആയിട്ട് കിട്ടുന്ന മൊസറല്ല ചീസോ ചെദാർ ചീസോ എന്ത് വേണമെങ്കിലും വെച്ച് കൊടുക്കാം. അപ്പോൾ ചീസ് ഞാൻ ഇതിൻ്റെ മുകളിൽ വെക്കട്ടെ. ചീസ് ഇല്ലാതെയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അത് ഞാൻ എടുത്തെടുത്ത് പറയാനുള്ള കാരണം ഞാൻ ഇത് എപ്പോഴും ട്രൈ ചെയ്ത് നോക്കുന്ന ഒരു സാൻഡ്വിച്ചാണ്. അപ്പോൾ നമ്മുടെ ബ്രെഡ് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു പാനിലേക്ക് ഒരല്പം ഓയിലോ ബട്ടറോ ഒന്നങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഓരോ ബ്രെഡ് സ്ലൈസും വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു മീഡിയം തീയിൽ വെച്ചിട്ട് നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഇതിൻ്റെ 2 വശവും നമുക്കൊന്ന് മൊരിച്ചെടുക്കണം. അപ്പോൾ ബ്രെഡിൻ്റെ മുകളിൽ ഒരല്പം ഓയിലോ ബട്ടറോ നമ്മൾ ഇതുപോലെ ആക്കി കൊടുത്താൽ നല്ല ക്രിസ്പി ആയിട്ട് നല്ല ഗോൾഡൻ കളറായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. നമ്മൾ ചീസ് ചേർക്കാത്ത ബ്രെഡ് തിരിച്ചിടുമ്പോൾ ഇതുപോലെ കൈ വെച്ചിട്ടൊന്ന് സപ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുക. കാരണം ചീസ് വെച്ചിട്ടുള്ളതാകുമ്പോൾ അതങ്ങ് സ്റ്റിക്കി ആയിട്ടിരിക്കും. അപ്പോൾ അതിലുള്ള ഫില്ലിംഗ് ഒന്നും പോവില്ല. അതിൻ്റെ പേരിലാണ്. പിന്നെ ഓയിൽ എടുക്കുമ്പോൾ നിങ്ങൾ വെളിച്ചെണ്ണയൊന്നും എടുക്കരുത്, സൺഫ്ലവർ ഓയിൽ എടുക്കുക, അല്ലെങ്കിൽ ബട്ടർ എടുക്കുക. അപ്പോൾ നമ്മുടെ ബ്രെഡ് എല്ലാം ഇവിടെ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. വളരെ ടേസ്റ്റിയാണ്. ഇത് ചെറിയ ചൂടോടെ തന്നെ നല്ല കട്ടൻ ചായയുടെ കൂടെ കഴിക്കാനൊക്കെ കിട്ടുവാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്